കാസർഗോഡും കണ്ണൂരും ഇന്നലെ രാത്രി ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വിവിധയിടങ്ങളിൽ നാശനഷ്ടങ്ങളുണ്ടായി. കോഴിക്കോട്ടെ മലയോര പ്രദേശങ്ങളായ വിലങ്ങാട്, കോടഞ്ചേരി, മുക്കം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഏറ്റവും ദുരിതം. കനത്ത മഴയെ തുടർന്ന് വിലങ്ങാട് 9 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടലുണ്ടായ മഞ്ഞച്ചീൽ പ്രദേശത്താണ് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചത്. കോടഞ്ചേരി പുളപ്പാറയിൽ റോഡിലേക്ക് മരം കടപുഴകി വീണു. മുക്കം മാമ്പറ്റയിൽ ആൽമരം കടപുഴകി വീണ് വൈദ്യുതി ലൈനുകൾ തകർന്ന പ്രദേശത്ത് വൈദ്യുതിയും തകരാറിലായി. പിന്നീട് മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. കോടഞ്ചേരിക്കടുത്ത് തോട്ടിൽ മീൻ പിടിക്കുന്നതിനിടെ ഷോക്കേറ്റ് മരിച്ച സഹോദരങ്ങളുടെ സംസ്കാരം നടന്നു. ചന്ദ്രൻകുന്നേൽ നിധിൻ, എബിൻ എന്ന 14ഉം 10ഉം വയസ്സുള്ള കുട്ടികളുടെ സംസ്കാരം സെന്റ് മേരീസ് ഫെറോന പള്ളിയിൽ നടന്നു. സ്ഥിരമായിട്ട് കുളിക്കുന്ന സ്ഥലം. അതിന്റെ തലേദിവസം ഒരു 15 പിള്ളേരോളം ആ സമയത്തുണ്ടായിരുന്നു. അവിടെ കുട്ടികൾ പഠിക്കുകയായിരുന്നു. കാസർഗോഡ് ഇന്നലെ രാത്രി മുതൽ പെയ്ത ശക്തമായ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. എന്നാൽ രാത്രിയിലെ മഴയിൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. ശക്തമായ കാറ്റിൽ തുരുത്തി പതിക്കാലിലെ കർഷകൻ അഞ്ചിൽ കുഞ്ഞിക്കണ്ണന്റെ ഷെഡ് തെങ്ങുവീട് തകർന്നു. ഷെഡിലുണ്ടായിരുന്ന പശുക്കൾക്ക് പരിക്കേറ്റു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായി വൈദ്യുതി നിലച്ചു. കാസർഗോഡ്, ബദിയടുക്ക, വിദ്യാനഗർ പ്രദേശങ്ങൾ ഉൾപ്പെടെ ഇരുട്ടിലായി. മഞ്ചേശ്വരത്ത് വിവിധയിടങ്ങളിൽ വെള്ളം കയറി. മലയോര മേഖലയിൽ മഴ ഇപ്പോഴും തുടരുകയാണ്. കണ്ണൂരിലെ എളയാവൂരിൽ ഒരു വീടിന്റെ മേൽക്കൂര പറന്നുപോയി. ജില്ലയിൽ പലയിടത്തും മരങ്ങൾ പൊട്ടിവീണ് വൈദ്യുതി മുടങ്ങി. മഴ കനത്തതോടെ വയനാട്ടിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് നെന്മേനി, പാമ്പുംകുനി, ഉന്നതിയിലെ 3 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മന്മഥമൂല, ആലത്തൂർ, അത്തിക്കുനി, കല്ലുമുക്ക് ഉന്നതി, ചിറമൂല, ചുണ്ടക്കുനി ഉന്നതി പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടു. കല്ലൂർ പുഴ കരകവിഞ്ഞതോടെ മുത്തങ്ങ മന്മഥമൂല റോഡിൽ വെള്ളം കയറി. കാസർഗോഡ് കുളത്തൂരിൽ വീടിന്റെ മേൽക്കൂര കനത്ത മഴയിൽ ഇടിഞ്ഞു വീണു. ശ്രീനഗർ സ്വദേശികളായ ജഗന്നാഥന്റെയും വിശാലാക്ഷിയുടെയും വീടാണ് ഇടിഞ്ഞത്. കൽപ്പറ്റ ജില്ലാ പോലീസ് ഓഫീസ് ജംഗ്ഷനിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മലപ്പുറത്തും വലിയ നാശനഷ്ടങ്ങളുണ്ടായി. ഉരുളായിയിൽ വീടിന്റെ മുകളിലേക്ക് മരം വീണു. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.